നേരം പ്രേമം. മലയാള സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സിനിമകൾ തന്നെയായിരിക്കും ഈ രണ്ട് സിനിമകളെ എന്നാണ് എൻ്റെ വിശ്വാസം. 2013 നേരം എന്ന പടം ഇറങ്ങുന്നത്. അന്ന് മലയാളം തമിഴ് എന്നീ രണ്ട് ഭാഷകളിൽ ഒരേപോലെ ഷൂട്ട് ചെയ്ത് ഒരേപോലെ ഇറക്കിയ ഒരു പടമായിരുന്നു നേരം. അന്ന് മലയാള സിനിമയുടെ മാറ്റങ്ങൾ തുടങ്ങുന്നൊരു ടൈമായിരുന്നു. ആ സമയത്ത് ഇറങ്ങിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വ്യത്യസ്ത ടൈപ്പുള്ള മേക്കിംഗ് കാരണം തന്നെ അന്ന് ഗംഭീര വിജയം ഉണ്ടായിരുന്നു. അത് മലയാളത്തിലും മറ്റേ തമിഴ് ഭാഷയിലും ഒരേപോലെ ഗംഭീര വിജയം ഉണ്ടായിരുന്നു. അന്ന് ആ സിനിമ മാത്രമല്ല ഒരു വളരെ വലിയ വിജയമായി മാറിയത്. അതിലെ പാട്ടുകൾ, പ്രത്യേകിച്ച് പിസ്ത സുമാക്കേറ എന്ന പാട്ടും അന്ന് വൻ ട്രെൻഡായിരുന്നു. അത് മാത്രമല്ല ഇന്നാലും അത് വൻ ട്രെൻഡ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അന്ന് ബ്രാൻഡായി മാറിയ അൽഫോൺസ് പുത്രൻ എന്ന ഡയറക്ടറും അവിടുത്തെ ആലുവ ഗ്യാങ്ങും. വർഷം 2015. ആ സമയം നിവിൻ പോളി എന്ന സ്റ്റാറിൻ്റെ ഒരു പീക്ക് ടൈം തന്നെയായിരുന്നു. 2015 മെയ് 30 പ്രേമം എന്നൊരു പടം ഇറങ്ങുന്നത്. അന്ന് നേരം സിനിമയ്ക്ക് ശേഷം അൽഫോൺസ് പുത്രൻ, നിവിൻ പോളി, പിന്നെ നേരത്തെ പറഞ്ഞ ആലുവ ഗ്യാങ് കൂടി വീണ്ടും ഒരു പടം ഇറക്കുന്നു. പ്രേമം എന്ന സിനിമ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലും ഒരേപോലെ തമിഴ്നാട്ടിലും ഗംഭീര വിജയം തന്നെയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ട്രെൻഡ് അത് ആ കാലത്തും കോളേജിലും സ്കൂളിലൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു. അതിൻ്റെ ഒരു കോസ്റ്റ്യൂം, ബ്ലാക്ക് ഷർട്ട്, ബ്ലാക്ക് കരമുണ്ട്, അങ്ങനെയൊക്കെ കോസ്റ്റ്യൂമൊക്കെ അന്ന് വളരെ ട്രെൻഡായിരുന്നു. അതും കഴിഞ്ഞ് 2026 ഭയന്ന് കുറച്ച് ശേഷമാണ് അൽഫോൺസ് പുത്രൻ, നിവിൻ പോളി വീണ്ടും ഒന്നിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അൽഫോൺസ് പുത്രൻ ഗോൾഡ് എന്ന സിനിമ ഇറക്കി. പക്ഷേ വേണ്ടത്ര വിജയം ആ സിനിമ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല ആ സിനിമ ഇറങ്ങിയ സമയത്തും വൻ ട്രോൾ മെറ്റീരിയൽ തന്നെയായിരുന്നു ആ സിനിമ. വിജയം, അതാണ് അവരൊന്നിക്കുന്ന പുതിയ പടത്തിൻ്റെ പേര്. നിവിൻ പോളിയുടെ 50ാമത്തെ പടം ആയിട്ടാണ് ഇത് വരുന്നത്. പേര് പോലെ തന്നെ ഒരു വലിയ വിജയം തന്നെ ഉണ്ടാവട്ടെ. അവർ വീണ്ടും ഒന്നിക്കുമ്പോൾ അതിൻ്റെ ഉണ്ടാവുന്ന ഹൈപ്പ് തന്നെ ഒരു വേറെ ലെവലാണ്. മുമ്പുണ്ടായ ഗോൾഡ് എന്ന സിനിമയുടെ ഒരു ക്ഷീണം ഇതിലൂടെ മാറ്റാൻ പറ്റുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. വേറെ പടം വരട്ടെ. അവരിന്നൊരു പ്രൊമോ വീഡിയോ ഇറക്കിയിരുന്നു. അതും മൊത്തത്തിൽ കാണാൻ നൈസായിട്ടുണ്ട്. ഈ ഡയറക്ടർ അൽഫോൺസ് പുത്രൻ്റെ പരിപാടി, അതിൽ പൂമ്പാറ്റ, പൂവ്, ഉറുമ്പ്, അതിനൊക്കെ സൂം ചെയ്തുള്ള പരിപാടികൾ, അതിനൊക്കെ ഒരു സെൽഫ് ട്രോൾ പോലെയൊക്കെയാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട് ആ വീഡിയോ. എന്തായാലും പടം വരട്ടെ. വിജയം, പേര് പോലെ തന്നെ വലിയ വിജയമാവട്ടെ. ഏതായാലും അടുത്ത വീഡിയോ കാണും വരെ ബൈ.